എന്താ മണം? എന്താ മണം? അമ്മ എന്താ പണിയെടുക്കുന്നല്ലേ? അമ്മയും അച്ചൂട്ടനും കൂടെ ചക്കക്കുരു വൃത്തിയാക്കാൻ തിരക്കാണ് കേട്ടോ. ആദ്യമൊന്നും അച്ചൂട്ടൻ ഹെൽപ്പ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല, എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഞാനും ഹെൽപ്പ് ചെയ്യാം അമ്മമ്മയെന്ന് പറഞ്ഞിട്ട് കുറേ ചക്കക്കുരുവിൻ്റെ ചൂളിയൊക്കെ കളഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടെ ചക്കക്കുരു വൃത്തിയാക്കിയെന്ന്. അപ്പോൾ ഇന്ന് അമ്മ ചക്കക്കുരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് ചക്കക്കുരു തിന്നാൻ ഭയങ്കര ഒരു കൊതി. എനിക്ക് ചക്കക്കുരു, ചക്ക അതിനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു ചക്കക്കുരു ഉണ്ടോ ബാക്കിയെന്ന് ചോദിച്ച സമയത്ത് അമ്മ പറഞ്ഞു കുറച്ച് ചക്കക്കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചാക്കിൽ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ വറക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ വൃത്തിയാക്കി തന്നാൽ മതി, ഞാനത് വറുത്തെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചൂട്ട കുറച്ച് സമയം ഹെൽപ്പ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അമ്മ അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് നന്നായിട്ട് അപ്പോൾ ചക്കക്കുരു ചുണങ്ങി വൃത്തിയാക്കിയിട്ട് ഇത്രേ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. ബാക്കിയിലെല്ലാം അമ്മ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചക്കക്കുരു എങ്ങനെയാണ് ഉപ്പേരി വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ചക്കയെല്ലാം കഴിഞ്ഞു. മഴ ചക്കയെല്ലാം കഴിഞ്ഞില്ലേ അമ്മ? ഇപ്പോൾ ചക്കയെല്ലാം കഴിഞ്ഞു. നല്ല സൗദമെടുത്തോളം നല്ല വരിക്ക ചക്കയില്ല, നല്ല കഴിഞ്ഞു. ഇപ്പോൾ ചക്കയെല്ലാം ഏകദേശം കഴിഞ്ഞ പിന്നെ നമ്മളെ വരവ് ഇങ്ങോട്ട് ഇന്നൊരിക്കൽ വന്നിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചൂട്ടിന് അമ്മമ്മേനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും അച്ചൂട്ടിനും കൂടെ ചക്കക്കുരു എല്ലാം വൃത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ടല്ലോ. ഈ ശരിക്കും പറഞ്ഞാൽ ഇതിനെന്താ അമ്മ പറയല്? ചക്കക്കുരുവിൻ്റെ മുകളിൽ തോലിന് കറമ്പൽ ഇതിൻ്റെ കറമ്പൽ കളയാണ്ട് ആക്കണം എന്നാ പറയല്. ഇത് കറമ്പൽ കളയാണ്ടാക്കി എന്താ ഗുണം? നല്ല ഔഷധമാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കുന്നെല്ലാം പറയുന്നത് കേൾക്കാൻ, സത്യമാണോന്ന് അറിയില്ല. ഇങ്ങനെയെല്ലാമാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കറമ്പലെല്ലാം കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വറക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഈ കഴുകി വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ടു. ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ട് കേട്ടോ. ഇതിലേക്ക് ചട്ടിയിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. ഇന്ന് ഇവിടെ എത്തിയപാടെ എനിക്ക് ചക്കക്കുരു തിന്നാൻ ഭയങ്കര ആഗ്രഹം. കുറേ നാളെ ചക്കക്കുരു വറവെല്ലാം കഴിച്ചിട്ട്. അപ്പോൾ അമ്മയോട് പറഞ്ഞു ചക്കക്കുരു ഉണ്ട് ചോദിക്കുമ്പോൾ അമ്മ ചാക്കിൽ ചക്കക്കുരു എടുത്ത് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഏതായാലും വൃത്തിയാക്കിയിട്ട് നമുക്ക് രാത്രി ചോറിന് ചക്കക്കുരു ഉപ്പേരിയാക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ ചക്കക്കുരു വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കല്ലുപ്പാകുമ്പോൾ എല്ലാ സ്ഥലത്തും എത്തണമല്ലോ, പെട്ടെന്ന് അരഞ്ഞു കിട്ടാത്ത ആയതുകൊണ്ട് നമ്മളെല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ അടുപ്പൊന്ന് കത്തിക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചക്കക്കുരു പറ കുറച്ചൊക്കെ ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥം ചിക്കൻ ഇഷ്ടമാണ് അച്ചൂട്ടന്? വളരെ ഇഷ്ടമാണ്. അച്ചൂട്ട കറിവേപ്പില ഉണ്ടടാ ചക്കക്കുരുവിലൂടെ? അത് നിങ്ങൾക്ക് എത്തുമോ ഹൈറ്റിലല്ലേ? വടിയെല്ലാം എടുത്തിട്ട് കഴിക്കാൻ താഴെയൊന്നുമില്ല. ഇതെടുക്കുന്ന പണി നോക്കറതാ രാത്രി സന്ധ്യക്ക്. അയ്യോ വേണ്ട 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 മതി കിട്ടി. എൻ്റെ പൊലിതാ ഇവനത് തച്ചിട്ടോട്ടേതാ. അച്ഛൻ നല്ല കറിവേപ്പില വടിയെടുത്ത് അടിച്ചിട്ട് എനിക്ക് കിട്ടുന്നത് കേട്ടോ. സമയം എത്രയെന്ന് പറയാം? 6:30 സമയം. ഇനി നമ്മളെ ചക്കക്കുരു വെന്തിട്ട. അപ്പോൾ നമുക്ക് നോക്കേ. കറിവേപ്പിലെല്ലാം ഇടാനുണ്ട്. ഞാൻ തേങ്ങയെല്ലാം ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറിവേപ്പില ഒന്ന് കഴുകണം. കഴുകുക വെച്ചു. 2 തണ്ട് കറിവേപ്പില എടുക്ക്. 2 തണ്ട് കറിവേപ്പില ഒന്ന് കഴുകി. ഫുള്ള് 3 എണ്ണം വേണം. എനിക്ക് ഇഷ്ടമാണ് കറിവേപ്പില. ഒന്ന് കഴുകിയിട്ട് കേട്ടോ പൈപ്പൊന്ന്. കറിവേപ്പില കഴുകാമെന്ന് പറഞ്ഞിട്ട് കറിവേപ്പില എടുത്തിട്ട് അച്ചൂട്ടൻ പോയിട്ടുണ്ട്. വൃത്തി കഴുകണേ. പുഴുണ്ട് നോക്കണേ. ഞാൻ ആ പുഴുവിനെ നീ തിന്നണ്ടി വരും. ചക്കക്കുരു കഴുകിയാ നോക്കട്ടെ. ഇതവിടെ കൊണ്ടൊക്കെ കഴുകാത്തത്. അച്ചൂട്ടൻ നല്ല വൃത്തി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അയ്യോ നല്ല ഫ്രഷ് കറിവേപ്പില. അപ്പം നമുക്ക് നമ്മൾ ചക്കക്കുരു വെന്തോ നോക്കാം. പച്ചക്കുപ്പി കാണാനിട്ട് അച്ചൂട്ടനെ പറഞ്ഞു അമ്മ. മീനിന് ട്രാപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുപ്പി എടുത്ത് നീ എൻ്റെ കളഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട് അച്ചൂട്ടനെ കുറേ ചീത്ത പറഞ്ഞു. അല്ല അച്ചു അമ്മ തോട്ടിന്നാ വിളിക്കുന്നേ? അച്ചു വെള്ളത്തിലിറങ്ങല്ലേ? അമ്മമ്മയും മോനും കൂടെ അമ്മക്ക് സന്ധ്യക്കാണ്. ഇതാ അത്രയും സമയത്ത് കുളിക്കാൻ സമയം ഉണ്ടായിട്ടില്ല. അമ്മമ്മയും മോനും കൂടി സന്ധ്യക്ക് ഇതാ നല്ല ഇരുട്ട് വന്നു കേട്ടോ. നമ്മൾ അനുവും അവലും കൂടെ കളിക്കാൻ പോയിട്ടുണ്ട് അങ്ങ് ഭൂതാനത്ത്. എപ്പാ വരലെന്നറിയില്ല. 6:30 അപ്പം അമ്മമ്മയും മോനും കൂടെ തോട്ടിൽ പോയിട്ട് എന്നാൽ പണി നോക്കട്ടെ. അച്ചുവിട്ട് തോട്ടിലേക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. അച്ചു നീ വെള്ളത്തിക്കല്ലേ? നേരത്തെ ഇട്ട ട്രാപ്പിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടാവോ? നോക്കിയാ ട്രാപ്പിൽ മീൻ കുടുങ്ങി നോക്കി വെച്ചു. അതെടുത്ത് കൊടുത്തേ അമ്മ. കുടുങ്ങീനാ? ഉണ്ടാ എന്നാ വാ അമ്മമ്മ നടക്ക്. നീ നേരത്തെ കിട്ടി മീൻ അതിലിട്ട് വെച്ചേ ഏടാ? ചക്കക്കുരു കരിഞ്ഞു പോകുന്നറിയില്ല ഇവരെ പേരെ നടന്നിട്ട്. എഴുതിയല്ലേ? എന്ന് ഇത്ര വേഗം പ്രസവിച്ചാ? നോക്കട്ടെ. ഓടാടുന്നു നേരത്തെ 2 ഒന്നിച്ച് കിട്ടിയതാണ്. എന്നിട്ട് പറയുന്നത് അത് പ്രസവിച്ചു തോന്നുന്നു. ഇതൊരു കള്ളനടാ നീ. ചളിയാതാ കാട്ടിലെല്ലായിട്ട്. എന്നാ വാ നമുക്ക് ചക്കക്കുരു വെക്കാലോ. അമ്മ ആക്കട്ടെ. നീ ഇവിടുന്ന് മീൻ. ഇപ്പോൾ നമ്മളെ ചക്കക്കുരുവിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങേൻ്റെ പകുതി ചിരകി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് എത്ര ഇഷ്ടം പോലെ ചേർക്കാം. എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4, 9, 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പില, കറിവേപ്പില 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ അച്ചൂട്ട് നന്നായി കഴുകി തന്ന കറിവേപ്പില. അപ്പോൾ നമുക്ക് ചക്കക്കുരുവിൻ്റെ അവസ്ഥയൊന്നും നോക്കട്ടെ. അതിൻ്റെ ഇടയിലൊന്ന് തുടക്കട്ടെ. ചക്കക്കുരു ഏകദേശം തിളച്ചു നല്ലോണം. വെന്തോന്ന് ചോദിച്ചാൽ ശരിക്കും ഒന്നും വെന്തിട്ടില്ല. ഏകദേശം വെന്ത് വന്നാലും കുറച്ചുകൂടെ വേവാനുണ്ട്. നന്നായിട്ടൊന്ന് വറ്റട്ടെ കേട്ടോ. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നോക്കട്ടെ, ഉപ്പുണ്ടാക്കട്ടെ. അപ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ടുണ്ട്. ഉപ്പ് കുറച്ചുകൂടി ഇടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചക്കക്കുരുവിനും ശരിക്കും ഉപ്പ് പിടിക്കണമല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഉടച്ച് കിട്ടണം ചക്കക്കുരു. അങ്ങനെ ഓരോന്നോരോന്നായി കിട്ടുന്നതിനേക്കാൾ നല്ല കുറച്ചൊന്ന് ഉടച്ച് കിട്ടിയാൽ നല്ല ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഏതായാലും ഇതൊന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് പറ്റി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചക്കക്കുരു ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റിനോട് ഒറ്റന്നിടോ എന്ന് അല്ല, നമുക്ക് ഈ തേങ്ങയും നേരത്തെ കാണിച്ച തേങ്ങയും ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അതെടുക്കണ്ട, വെച്ച് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടേ. ആ വെളുത്തുള്ളിയെല്ലാം ഇടുമ്പം തന്നെ നല്ലൊരു മണം തോന്നി. ചക്കക്കുരു എല്ലാം കൂടെ മിക്സ് ആയിട്ടില്ലേ. എനിക്ക് പൊതിച്ചോറിലാക്കുമ്പോൾ ഈ ചക്കക്കുരു ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് പൊതിച്ചോറിൽ വെച്ചാൽ പ്രത്യേക ടേസ്റ്റാട്ടോ. പൊതിച്ചോറാക്കിയല്ലോ ഇപ്പം രാത്രിക്ക് എന്താ പണി? ചോറ് മുടക്കി വെച്ചാൽ മതി, നാളെ ആക്കാം. ഇനി കുറച്ച് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അമ്മ കുരുമുളകെല്ലാം പൊടിച്ചൊരു പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചേർത്താൽ മതി. ഒരു 2 സ്പൂൺ. 2 സ്പൂണൊന്നും വേണ്ട, ഒരു 1/2 സ്പൂൺ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ, ടേസ്റ്റ് പോലെ. ഞാനൊരുവിധം കറിയിലെല്ലാം കുരുമുളക് ചേർക്കാം. കുരുമുളക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞപ്പൊടി പോടാടുന്നു. മഞ്ഞപ്പൊടിയെല്ലാം എപ്പോഴും ഇട്ടു. ഈ അച്ചൂട്ടിന് എന്താ പറയുന്നു? അച്ചു സ്വാമീൻ്റെ പോലത്തെ മാലയെല്ലാം ഇട്ടിട്ട്. അപ്പോൾ നമ്മളെ ചക്കക്കുരു ഉപ്പേരി, വറവ് അങ്ങനെയൊക്കെ പറയാം, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആ പച്ച വെളിച്ചെണ്ണയുടെ രുചിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ചക്കക്കുരു ഉപ്പേരി റെഡിയാവും. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒന്ന് നനച്ച് കൊടുക്കാം. ഞാൻ പച്ച വെളിച്ചെണ്ണ എല്ലാം നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന്. അപ്പോൾ കടു കൂട്ടില്ല? കടു വേണ്ട, കടു ഇട്ട് കൊടുക്കുന്നവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുവെല്ലാം കൂടെ, കടു വറ്റൽമുളകെല്ലാം കൂടെ ഒന്ന് വറുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്കിങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടം. ഇടണം. അപ്പോൾ നമ്മളെ ചക്കക്കുരു ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. നടക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം.